നമ്മളിപ്പോൾ നിൽക്കുന്നത് പാറമടയിലാണ്. ഇത് തമിഴ്നാട്ടിലാട്ടോ, നമ്മുടെ കേരളത്തിലല്ല. കേരളത്തിലാണ് ഇതൊന്നും കാണില്ല. എൻ്റെ ബാക്കിൽ കണ്ട കാണാൻ പറ്റുന്നുണ്ടോ ആട്? ഇവിടെ ഉച്ച കഴിയുമ്പോഴത്തേനും ആൾക്കാരെല്ലാം ഇറങ്ങി ആടിനെയും മാടിനെയും എല്ലാത്തിനെയും കൊണ്ട് ഇറങ്ങും. 1 സെക്കൻഡ്. ആടൊക്കെ ഇറങ്ങുന്ന നോക്കി. ആടിനൊന്നും ഒരു പേടിയില്ല. ഇപ്പൊ ചാടി മേലിന്ന് കൂളായിട്ട് ചാടി ഇറങ്ങണേ. അവിടെ വഴിയുണ്ട്, പക്ഷെ എല്ലാം പാറയിക്കോട്ടെ ചാടി ഇറങ്ങുള്ളൂ. ഷോർട്ട് കട്ട്. നമ്മള് മത്സ്യക്കാരെ പോലെ തന്നെ ആണെന്ന് തോന്നുന്നു. ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നാട്ടാ. ഒരുപാടുണ്ട്. വൈകുന്നേരങ്ങളാകുമ്പോഴത്തേനും ആടും പശുവും ഒരുപാട് സാധനങ്ങൾ കാണാം. പിന്നെ വെളുപ്പിന് മയിലുണ്ടാവും. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മയിലിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല. എന്നാലും മയിലിങ്ങനെ കുറച്ച് ദൂരത്തോടെ പോകുന്നതാണ്. ഈ ആടിനെ കണ്ട, അത് വെള്ളം കുടിക്കാൻ വേണ്ടി നടക്കുന്ന. ഇവിടെ ഒരു സൈസുള്ള ഒരു ആടുണ്ടായിരുന്നു, അത് കുറച്ചങ്ങോട്ട് മാറി. ഇവരൊക്കെ ഈ വെള്ളമായിട്ട് കുടിക്കണേ. കെമിക്കല് വെള്ളമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇവര് ഡെയിലി ഇത് കുടിക്കുന്ന വെള്ളം വേണ്ട. ഇപ്പൊ എല്ലാം പേടിയൊന്നുമില്ല കേട്ടോ അവർക്ക്. ആരും എന്നാലും പേടിയൊന്നുമില്ല. പാറ പൊട്ടിക്കുവാണെങ്കിലും ഇവര് വരും. നമുക്കിവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് ഇപ്പൊ കല്ലെടുക്കാനായിട്ട്. വണ്ടിയൊക്കെ കുറവാണ്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമ്മള് ലൊക്കേഷൻ വരുന്നത് കൊടൈക്കനാൽ റൂട്ടിലാണ്. കൊടൈക്കനാൽ പോകണ്ട, ദിണ്ടിഗൽ എന്ന് പറയും. ദിണ്ടിഗൽ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് ദിണ്ടിഗലില്. ഇത് തൊട്ടടുത്തൊരു പറവണ നമ്മളിപ്പോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ ആ ലോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലോറിയുടെ അളവ് എടുത്തോണ്ടിരിക്കുക നമ്മള്. ചെറിയൊരു എന്താ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിന്റെ അളവിന്റെ പേരിൽ. അതുകൊണ്ട് അവരെ അളന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. നമ്മുടെ ചേട്ടൻ ഇവിടെ കല്ലൊക്കെ എടുത്ത് ബക്കറ്റിൽ നിറച്ച് റെഡി ആയിട്ടിരിക്കാൻ കൊടുത്ത് വിടാൻ വേണ്ടി. ഒരു വണ്ടിയിൽ കേട്ടാ ഇന്ന് വണ്ടി കുറവാണ്. പിന്നെ നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് പാസ്സൊക്കെ റേറ്റ് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. പറവടയിൽ അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ ഇനിയെല്ലാം പൊട്ടിച്ച് വരണേ. ഇവിടെ മഴയും കുറവാ, അതുകൊണ്ട് പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമില്ല. നമുക്ക് എപ്പോ വേണേലും പാറ പൊട്ടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇഷ്ടംപോലെ കല്ലും കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി കല്ലാട്ടാ. പിന്നെ ഒരുപാട് മരങ്ങളുണ്ട്. മരം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ആര്യവേപ്പ. പിന്നെ നല്ല കാറ്റും ഉണ്ട്. ഇതിന്റെ ചുറ്റും ഫുൾ ആര്യവേപ്പും. അതുപോലെ തന്നെ ഈ കൊടൈക്കനാൽ കൊടൈക്കനാലിന്റെ റൂട്ട് പോകുമ്പോൾ നമ്മളൊരു മല വഴിയല്ല കയറി പോണേ. ആ മലയുടെ റൂട്ടൊക്കെ ഇവിടെ നിന്ന് കാണാം. അവിടെ നിന്നുള്ള കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല സുഖമാണ്. ഇല്ലാട്ടെ നമ്മുടെ പാറവണ്ടയിൽ ഇപ്പൊ കല്ല് പൊട്ടിച്ചിട്ടാണ്. ഞാനത് കല്ല് കയറ്റുന്ന കാണിച്ചു തരാം. ഇവരിപ്പോ തുടങ്ങും. ആ വണ്ടിയുടെ അളവൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു താമസമുള്ളൂ. ഞാൻ മേലിൽ പോയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ പാറമടയിലേക്ക് പോകുന്ന വഴി. ഈ വഴി കൂടെയാണ് പോകുന്നത്. ഇത് പാറമടയിലേക്ക് പോകുന്ന വഴി. ആദ്യമേ കാണിച്ച് നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന വഴി. അവിടെ ഒരു ക്രഷർ ഉണ്ട് പോകുന്ന വഴിക്ക്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കിയാൽ പാറമടയുടെ ഒരു ഓവർവ്യൂ വേണം. ഇപ്പൊ ചേട്ടൻ കല്ലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇത് ഇറ്റാച്ചി ഇറങ്ങി പോണ വഴിയാട്ടാ. അവിടെ കാണുന്നുണ്ട് അത് കല്ല് പൊട്ടിക്കാനായിട്ട് തെളിച്ച സ്ഥലമൊക്കെ. നമുക്കിപ്പോ കല്ലിന്റെ ഓർഡറൊക്കെ കുറവാണ്, തുറന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മളൊരു ചെറിയ വെയിറ്റിങ്ങിലാണ്. ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ലോറി ഡ്രൈവർ ഇവിടെ വണ്ടി കല്ല് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇറ്റാച്ചിയിൽ കല്ല് കയറ്റി കൊടുക്കുന്നത്? സോ ഇതാണ് കണ്ട. ഇതിപ്പോ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ഫില്ലാവും. പിന്നെ ആ ലോറി ലോഡുമായിട്ട് പോകും. അടുത്ത ലോറി വരും. ഇതെല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ നല്ല ഓർഡർ കുറവാണ്. പിന്നെ അടുത്തുള്ളവരൊക്കെയാണ് ഇങ്ങോട്ട് പോരത്. ആ ചേട്ടനെ കണ്ട, ആ ചേട്ടനാണ് ആടിനെയും കൊണ്ട് വന്നത്. ആടെല്ലാം കയറിപ്പോയി. ഇനിയിപ്പോ ഇവര് നേരെ അവരുടെ ഇപ്പൊ നല്ല അത്യാവശ്യം വെയിലുണ്ട്, അതുകൊണ്ട് അവര് നേരെ ആട്ടുംകൂട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇതിന് കൂടൊന്നുമില്ല കേട്ടോ. ഇത് എന്താ ഇവര് അങ്ങനെ ഫ്രീ ആയിട്ട് ആടിനെയൊക്കെ വളർത്തണം. അതുകൊണ്ട് ഇവർക്ക് വലിയ ചെലവുമില്ല. ഇവിടെ വന്ന് വെള്ളം കുടിപ്പിക്കും,
പിന്നെ ഈ പോകുന്ന വഴിക്കുള്ള പുല്ലൊക്കെ ആട് പുല്ലും ഇതൊക്കെ തന്നെ. ഇവര് ഇതിന് ഒന്ന് നോക്കി നടക്കുന്നൂന്നുള്ളൂ. ഇപ്പൊ നമുക്ക് തിരിച്ചു പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഫുള്ള് ആര്യവേപ്പില്. ആര്യവേപ്പ് പുളിയില്ലാട്ടാ, പുളിയില്ല. തെങ്ങ് കുറച്ചപ്പുറ തെങ്ങുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് തെങ്ങില്ല. ഇതൊക്കെ നമ്മുടെ പറമ്പാട്ടാ. നമ്മുടെ പാറമടയുള്ള സെയിം പ്രോപ്പർട്ടി. അതിന്റെ തൊട്ടടുത്ത് ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്, ഒരു കയർ ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒന്ന് രണ്ട് വീടുണ്ട്, കുറച്ച് കൃഷി സ്ഥലമുണ്ട്. അടിപൊളിയാണ്. വലിയ വെയിലുണ്ടെന്ന് വെച്ചാലും പക്ഷെ അധികം ചൂടില്ല. ഞാൻ ക്രഷർ കാണിച്ചായിരുന്നു എനിക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രഷർ. ഇത് നമ്മുടെ ഇപ്പോ അബാണ്ടന്റ് ആയിട്ട് കിടക്കുന്ന ക്രഷറാണ്. ഒരു വണ്ടി പോകുന്നുണ്ട്, അത് നമ്മുടെ ഇവിടെ വെള്ളം കൊണ്ടുവരാൻ വന്ന വണ്ടിയാ. ഈ ക്രഷർ ഇനി പണിതെടുക്കണേ അത്യാവശ്യം ക്യാഷ് മുടക്കുള്ളതാണ്. പണ്ട് ഇത് ഓടിക്കൊണ്ടിരുന്ന ഈ പരിസരത്തൊന്നും ക്രഷർ ഇല്ല, പക്ഷെ തുറക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ക്രഷറിന്റെ മേളില് രാവിലെ മയിലൊക്കെ വന്നിരിക്കുന്നത് കാണാട്ടോ. 2-3 മയിലൊക്കെ അവിടെ ഇരിക്കുന്നതാണ്. ഇതേ മലയാണ് ഞാൻ പറഞ്ഞ കൊടൈക്കനാല്. നമുക്ക് രാത്രി ആകുമ്പത്തേനും അത് അവിടെ ഒരു വഴി കാണാം. ഇപ്പൊ ക്ലിയർ അല്ല, രാത്രി ഒരു വഴി കാണാം. രാത്രി വണ്ടിയൊക്കെ പോകുമ്പോ വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് കയറി പോകുന്ന വഴിയും ഒക്കെ കാണാം. കറക്റ്റ് ഇവിടുന്ന് 70 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിന്. ഇതിന്റെ ചുറ്റുമുള്ള പരിസരം കണ്ട, ആ ടവറൊക്കെ കണ്ട, അതിന്റെ ആ ലൈനായിട്ട് നിൽക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഭയങ്കര വ്യൂ ആട്ടോ അതൊക്കെ കാണാൻ. പിന്നെ ഫുള്ള് തെങ്ങും തോപ്പ് ഇതിന്റെ ചുറ്റും. അടുത്തൊന്നുമില്ല, ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ തെങ്ങും തോപ്പുണ്ട്. ഫുള്ള് തെങ്ങും തോപ്പ്. നമുക്ക് ഇതിന്റെ ചുറ്റും നിന്ന ഒരു വ്യൂ ഒക്കെ കാണാം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരും. പാറ പൊട്ടിക്കുന്നൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ടാറ്റാ.